Hello friends, welcome back to our English. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് am, is, are എന്ന വേർബ്സിനെ കുറിച്ചാണ്. ഇതിനെ ഓക്സിലറി വേർബ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ വേർബ്സിനെ കുറിച്ചും ഓക്സിലറി വേർബ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ എന്താണ് am, is, are? വാട്ട്സ് ദ മീനിങ് ഓഫ് am, is, are? ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. am, is, are മീൻസ് ആണ് അല്ലെങ്കിൽ ആകുന്നു. എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൗണിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതിൻ്റെ ആ ഒരു അവസ്ഥ, അപ്പോഴത്തെ അവസ്ഥ എന്താണത് എന്ന് പറയുന്നതാണ് ആം, ഈസ്, ആർ. നമ്മൾ എപ്പോഴാണ് ആം യൂസ് ചെയ്യുന്നത്? ആം നമ്മളെപ്പോഴും ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത് സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും. സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ കുറിച്ച് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ആർ. ആർ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലൂറൽ സബ്ജക്റ്റ് അതിൻ്റെ കൂടെയാണ്. പ്ലൂറൽ എന്ന് വെച്ചാൽ ഒന്നിലധികം വ്യക്തികളെയോ അല്ലെങ്കിൽ ഒന്നിലധികം വസ്തുവിനെയോ കുറിച്ച് നമ്മൾ പറയുമ്പോൾ. ആം, ഈസ്, ആർ നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിളും പഠിക്കാം. ആദ്യം നമുക്ക് ആമിനെ കുറിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞു ആം, ഈസ്, ആർ എന്നാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. അപ്പോൾ ഞാനിവിടെ മലയാളം സെൻറ്റൻസ് തരും. അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ഒരു ഡോക്ടറാണ്. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. എനിക്ക് 10 വയസ്സാണ്. ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ അവൻ്റെ അമ്മയാണ്. ഞാൻ ഭാഗ്യവാനാണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വേണം ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഐ ആം എ ഡോക്ടർ. ഐ ആം ആൻ ഇന്ത്യൻ. ഐ ആം 10 years old. ഐ ആം സ്ട്രോങ്. ഐ ആം ഹിസ് മദർ. ഐ ആം ലക്കി. മിക്കവർക്കും ഈ ആൻസേഴ്സൊക്കെ കറക്റ്റായിരിക്കും. എന്നാലും ചില ബിഗിനേഴ്സിന്, അതായത് ഭാഷ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഈസ്. നമുക്കറിയാം ഈസ് എന്നാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു. സോ ഇതിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ എന്നാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ. സബ്ജക്റ്റ് എന്നാലോ എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് സെൻറ്റൻസ് പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. അത് ഒന്നല്ലെങ്കിൽ നൗൺ ആകാം അല്ലെങ്കിൽ പ്രോനൗൺസ് ആകാം. നേരത്തേതുപോലെ കുറച്ച് മലയാളം സെൻറ്റൻസ് ഞാൻ തരും. അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. സാം എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരനാകുന്നു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അവൻ അല്ലെങ്കിൽ അവൾ ഹാപ്പിയാണ്. ജലം അമൂല്യമാണ്. സിംഹം സ്ട്രോങ് ആണ്. അത് കസേരയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രോനൗൺസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അത് ആലോചിച്ച് വേണം നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, എല്ലാവർക്കും അപ്പോൾ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, സാം ഈസ് മൈ ബ്രദർ. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഹീ ഓർ ഷീ ഈസ് ഹാപ്പി. വാട്ടർ ഈസ് പ്രഷ്യസ്. ദ ലയൺ ഈസ് സ്ട്രോങ്. ഇറ്റ് ഈസ് എ ചെയർ. അപ്പോൾ ഇവിടെ നോക്കണം, ഈസ് സിംഗുലർ ആണ്. അപ്പോൾ ഈസ് ചേർക്കണമെങ്കിൽ അവിടുത്തെ സബ്ജക്റ്റും സിംഗുലർ ആയിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? സാം, ഇന്ത്യ, ഹി ഓർ ഷീ, വാട്ടർ, ദ ലയൺ, ഇറ്റ്. ഇതെല്ലാം ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈസ് യൂസ് ചെയ്തത്. എല്ലാവർക്കും ഇപ്പോൾ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ അല്ലേ? തെറ്റിയവർ കുഴപ്പമില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഈ സെയിം സെൻറ്റൻസ് അല്ല, നിങ്ങളിനി വേറെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അല്ലാതെ ഈ സെൻറ്റൻസ് മാത്രം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യരുത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആർ. ഇനി നമുക്ക് ആർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആർ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വ്യക്തികളോ ഒന്നിലധികം വസ്തുക്കളെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നത്, അഥവാ ബഹുവചനമെന്ന് മലയാളത്തിൽ പറയും. സബ്ജക്റ്റ് നൗണോ പ്രോനൗൺസോ ആകാം. അപ്പോൾ നമുക്ക് ഇതും നേരത്തേതുപോലെ പ്രാക്ടീസ് ചെയ്താലോ? ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഫസ്റ്റ് വൺ, നീ ഓർ നിങ്ങൾ സേഫ് ആണ്.
നമ്മൾ സോൾജിയേഴ്സാണ്. അവർ കുട്ടികളാണ്. മനുവും രാമുവും കൂട്ടുകാരാണ്. ആപ്പിൾസ് മധുരമുള്ളതാണ്. അതെല്ലാം പേനകളാണ്. എല്ലാവർക്കും ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, യു ആർ സേഫ്. ഇവിടെ യു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തിയെയോ ഉദ്ദേശിച്ചായിരിക്കാം പറയുന്നത്. അപ്പോൾ നമുക്ക് യു എപ്പോഴും നമ്മൾ പ്ലൂറലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും യുവിൻ്റെ കൂടെ ആറാണ് യൂസ് ചെയ്യേണ്ടത്. യു ഈസ് എന്നോ യു ആം എന്നോ ഒന്നും വരില്ല. സോ യു ആർ സേഫ്. വി ആർ സോൾജിയേഴ്സ്. ദേ ആർ ചിൽഡ്രൻ. Anu and Ram are friends. Apples are sweet. Those are pens. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്തത്? അതെ, യു, വി, ദേ, അനു ആൻഡ് രാം, ആപ്പിൾസ്, ദോസ്. ഇതെല്ലാം ഒന്നിൽ കൂടുതൽ വ്യക്തിയെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന സബ്ജക്റ്റുകളാണ്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അതുപോലെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഈ സെയിം ക്വസ്റ്റ്യൻസ് അല്ല, വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസിൽ കൂടി മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വരുന്നത് വരെ ബൈ.